നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു കള്ളൻ മോഷണം മുതൽ കടത്തിയത് ഓട്ടോയിലാണെങ്കിൽ ഓട്ടോറിക്ഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മോഷണം തടയാനാവുമോ? ഓട്ടോറിക്ഷകൾക്ക് നിയന്ത്രണം വന്നാൽ കള്ളൻ കാറിലോ ബൈക്കിലോ വാനിലോ മോഷണം മുതൽ കടത്തും. ഈ കഥ ഇപ്പോൾ പറയാൻ ഒരു കാരണമുണ്ട്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർത്തൽ തടയാനായി റീടെസ്റ്റ് നടത്തുന്ന ദിവസം ടെലഗ്രാം ആപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ തവണ ചോദ്യപേപ്പർ ചോർത്തിയവർ ഉപയോഗിച്ചത് മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാം ആണെന്നും അതുകൊണ്ട് ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നാണ് ന്യായീകരണം. ടെലിഗ്രാമിൽ പഴയ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുമെന്നും അതിനാൽ കള്ളം കണ്ടുപിടിക്കുക പ്രയാസമാണെന്നും വിശദീകരിക്കുന്നു. ഇതേ സൗകര്യമുള്ള നിരവധി ആപ്പുകൾ വേറെയുമുണ്ട്. ഒരു മെസ്സേജിംഗ് ആപ്പ് നിയന്ത്രിച്ചാൽ പകരം ചോദ്യപേപ്പർ അയക്കാൻ എത്രയെങ്കിലും ആപ്പുകളുണ്ട്. വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡസനിലേറെ ആപ്പുകളും ചെറുകിട വിഭാഗത്തിലെ 100ഓളം ആപ്പുകളും ലഭ്യമാണ്. അപ്പോൾ ടെലിഗ്രാം മാത്രമായി നിയന്ത്രിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ചോർച്ച സംഭവിച്ചത് ഉള്ളിൽ നിന്നാണ്. കള്ളന്മാർ കപ്പൽ തന്നെയെന്ന് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ പഴുതടക്കേണ്ടത് അവിടെയല്ലേ? ഓട്ടോ കിട്ടിയില്ലെങ്കിൽ കാറിലോ വാനോ പിടിക്കുന്ന കള്ളന്മാരുടെ അത്ര ബുദ്ധിയില്ലാത്തവരല്ലല്ലോ ചോദ്യപേപ്പർ ചോർത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാക്കിയ കൊടും നാണക്കേടിൽ നിന്ന് പുറത്തു ചാടാനുള്ള തന്ത്രം മാത്രമല്ലേ ടെലിഗ്രാം നിയന്ത്രണം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഈ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ആകെ രാജ്യത്തിന് തന്നെ നാണക്കേടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും 21-ാം തീയതി പരീക്ഷ നടത്തുന്നതിന് മുന്നോടിയായിട്ട് 22-ാം തീയതി വരെ ടെലിഗ്രാം ആപ്പിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഒരു ടെലിഗ്രാം പോയാൽ സമാനമായ എത്രയെങ്കിലും ആപ്പുകളുണ്ട്. അപ്പോൾ ഒരു ആപ്പിൽ മാത്രമായി നിയന്ത്രണം ഏർപ്പെടുന്നതിൽ എന്താണ് കാര്യം? നമസ്കാരം. ഇതിപ്പോ ആപ്പ് ഇങ്ങനെ തെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാവുമ്പോ അതിന് കർശന നിയന്ത്രണം അവർ കൊണ്ടുവരണ്ടേ? അവർ കൊണ്ടുവന്നിട്ട് അതിന് പ്രത്യേകമായിട്ടൊരു സംഘത്തിനെ നിയോഗിച്ച് അത് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? ഈ കുട്ടികളെ പരീക്ഷന്റെ മറ്റും മറിച്ചൊക്കെ അതിപ്പോ വലിയ പോർട്ടലും ചീറ്റലും ഒക്കെ ഉള്ളപ്പോ അവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ ഇനി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാർ വേണ്ടത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ചോർച്ച തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ച് എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഒരു വർഷവും 2 വർഷവും ഒക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ എഴുതുന്ന എത്രയോ കുട്ടികളുണ്ട്. MBBS-നും BDS-നും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമം നടത്തി കുട്ടികളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്രത്തോളം ഉറക്കം ഉപേക്ഷിച്ച് നിരന്തരമായി പഠിച്ചാണ് ഈ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നത്. അവരുടെ ഒരു വിശ്വാസം ഈ മത്സര പരീക്ഷകൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നും ഈ മത്സര പരീക്ഷകളിൽ ഏറ്റവും നന്നായി പരീക്ഷ എഴുതുന്നവർക്കാണ് റാങ്കിലേക്ക് കടന്നുകൂടുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നുണ്ടെന്നും ആ ചോർന്ന ചോദ്യപേപ്പറുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ആളുകൾ വാങ്ങുന്നുണ്ടെന്നും ആ ചോദ്യപേപ്പർ വാങ്ങി ചിലരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നത് തന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി കണ്ടെത്തിയതൊന്നുമല്ല. മിടുക്കനായ ഒരു കുട്ടി അന്വേഷിച്ച് അതിലെ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നത് എന്ന് കണ്ടെത്തിയത് ഫലമാണ് ഒടുവിൽ അത് നാഷണൽ ടെസ്റ്റിംഗ് അക്കാഡമിക്ക് അടക്കം അത് അംഗീകരിക്കേണ്ടി വന്നതും അതിൽ CBI അന്വേഷണമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെയാണ്. അന്ന് ചോദ്യപേപ്പർ ചോർത്തിയവർ ഉപയോഗിച്ചത് ടെലിഗ്രാം ആപ്പാണ്. ടെലിഗ്രാം ആപ്പിൽ വേഗത്തിൽ ചോദ്യപേപ്പർ അയക്കാൻ കഴിയും, അതുകൊണ്ട് അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ടെലിഗ്രാം ആപ്പിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. IT മന്ത്രാലയത്തിൻ്റെ ആ തീരുമാനം ടെലിഗ്രാം ആപ്പ് അധികൃതരെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. മെസ്സേജിംഗ്, എഡിറ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ശ്രീ റോബിയാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ റോബി, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സാധാരണക്കാരാണ്. ഈ നീറ്റ് പരീക്ഷയില് നീറ്റ് പരീക്ഷ ചോർച്ചയുടെ കാരണം എന്താ? നമ്മളെ ഈ PUC ടെസ്റ്റ് എഴുതുമ്പോൾ വടക്കേന്ത്യക്കാർക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റില് ജോലി മാത്രമേ കിട്ടൂ. കേരളക്കാർക്ക് കിട്ടുന്നില്ല. ബീഹാറിലും UP-യിലുള്ള ആൾക്കാർക്ക് മാത്രം. റെയിൽവേയിലാണേലും സെൻട്രൽ ഗവൺമെന്റ് ഫിഷറീസ് എവിടെയാണേലും ഇതിന്റെ എന്താണ് കാരണം?
അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ചയോ അല്ലെങ്കിൽ അത്ര ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള. ബീഹാറിലൊക്കെ എന്തോരാണെങ്കിൽ ഞാൻ വടക്കൻ ജോലി പക്ഷേ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ വരുന്നില്ല, നമ്മുടെ ഫിഷറീസ് വരുന്നില്ല, നമ്മുടെ റെയിൽവേയിൽ വരുന്നില്ല, നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ നേവിയിൽ ആർമിയിൽ ഒന്നിലും വരുന്നില്ല. ബീഹാറികളാണ് ഇഷ്ടം. ബീഹാർ യു പിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. നമുക്ക് കേരളക്കാർക്ക് എവിടെയെങ്കിലും ഉണ്ടോ പറ? ഇപ്പൊ നമ്മുടെ ഈ സാരിക ബോർഡില് ഇപ്പൊ പെൻഷൻ ഓഫീസ് ശ്രീ റൂബി, അങ്ങനെയല്ല, കേരളക്കാർക്ക് കിട്ടാത്ത അവസ്ഥയൊന്നുമില്ല, കേരളക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഏതെങ്കിലും അസാധാരണമായ രീതിയിൽ മറ്റു ചില സംസ്ഥാനക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എന്തായാലും നിലവിൽ അങ്ങനെ ഏതെങ്കിലും കള്ളം നടക്കുന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നില്ല. നമ്മൾ വെറുതെ ഒരു ഏജൻസിക്കെതിരെ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തിപ്പ് സമ്മേളനത്തിനെതിരെ വെറുതെ പറയുന്നത് ശരിയല്ലോ. അല്ല, ബീഹാർ യു പി എത്രയോ നടക്കുന്നുണ്ട്. ബീഹാർ യു പിയിൽ അവിടെ നിന്നല്ലേ ചോർച്ച ഉണ്ടായത്. ഈ ബീഹാറിൽ യു പിയിൽ ചോർച്ച ഉണ്ടായത് കേരളത്തിൽ കിട്ടായോ? നമ്മുടെ ഇത്രയും പിള്ളേരെ നീറ്റ് പരീക്ഷ എഴുതി അത് പിടിച്ചിരിക്കുകയല്ലേ? ശരി, താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അതിനെ നമുക്ക് ഏതെങ്കിലും തെളിവുകളില്ലാതെ അത്ര ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ കാര്യം നമ്മൾ പറയുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കപ്പെടണം. എന്തായാലും ഒരു പരീക്ഷയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എഴുതി എല്ലാ പരീക്ഷകളും അങ്ങനെ മോശമാണെന്ന് നമുക്ക് തൽക്കാലം പറയാൻ കഴിയില്ല. ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, ഈ കുട്ടികളൊക്കെ നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്കറിയാം റിപ്പീറ്റ് ചെയ്ത് 1 വർഷവും 2 വർഷവും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന എത്രയെങ്കിലും കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ആ പ്രായത്തിൽ നിന്ന് സഹിക്കാൻ കഴിയാത്തത്ര കഠിനാധ്വാനം നടത്തിയാണ് ഈ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ പോകുന്നത്. അവർക്ക് റീടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അവരുടെ പുറത്തൊരു വലിയ ബർഡനാണ്. അവർക്ക് മാനസികമായിട്ടടക്കം ഇത് വലിയ ആഘാതമാണ്. പക്ഷേ ഇപ്പോൾ നടത്താൻ ഇരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അപ്പോൾ അതിന് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കൊരു ഉത്തരമായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ടെലിഗ്രാം ആപ്പ് നിയന്ത്രിക്കുക എന്നുള്ളത്. ടെലിഗ്രാം മാറിയാൽ അതുപോലത്തെ എത്ര ആപ്പുകളുണ്ട്. അങ്ങനത്തെ രീതികൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല സാറേ. ഞാൻ ഇപ്പം ഹലോ പറഞ്ഞോളൂ. ഹലോ കേൾക്കാം, പറഞ്ഞു സാറ്. സത്യത്തിൽ എവിടുന്നൊക്കെ വന്നിട്ടാ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്? ഞങ്ങളെ ഇവിടെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ട്. സത്യത്തിൽ എത്ര കൊല്ലനേരടുക്ക് വന്നിട്ട് അവര് പരീക്ഷ എഴുതില്ല. വൈകുന്നേരം ബസ്സിന് വാങ്ങി വരുമ്പോൾ നമ്മളൊക്കെ പറയാം നിങ്ങൾ പേടിക്കണ്ട, 7 മണി വരെ ബസ്സുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ഇതാക്കുക. അങ്ങനെ വിഷമിച്ച് വരുന്ന ആ കുട്ടികളാ സത്യത്തിൽ എന്ത് തോന്നിയാസാണ് ഇവർ കാണിക്കുന്നത്? ആലോചിച്ച് നോക്കണം. അതാണ് അത് ഒരു വല്ലാതെ മോശമല്ലേ സാറേ? അത് ശരിയാണ്. കുട്ടികളൊക്കെ ഒരുപാട് പഠിച്ച് അവരുടെ ഒരു വിചാരം തന്നെ ഇത് നന്നായി പഠിച്ചാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടികൾ എത്രയോ അധ്വാനം എടുക്കുന്നത്. അതെ അതെ. അങ്ങനെയുള്ള ഈ പരിപാടി ഈ അധികാരികൾ ഇങ്ങനെ ചെയ്യുമ്പം എന്തൊരു വിഷമമുണ്ട് സത്യത്തിൽ. കുഞ്ഞു മക്കളെല്ലാം ജയിക്കുന്നത് അതിനൊക്കെ ഒരു പരിധി വേണമെന്നില്ല തന്നെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ നാരായണൻ. ശ്രീ ആനന്ദാണ് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് എവിടുന്നാണ് ശ്രീ ആനന്ദ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് എഴുകോട് എന്നാണ്. എവിടെയാണ്? എഴുകോടാണ്. അപ്പൊ എഴുകോട് എന്നുള്ള ആനന്ദ് എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് ആണ് സാറേ. ശരി, അപ്പൊ ആനന്ദിനെ എന്ത് തോന്നുന്നു? ഈ നീറ്റ് പരീക്ഷയിൽ ഇനിയെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകാതെ കൃത്യമായി നടത്തണമെന്നുള്ളത് രാജ്യത്തിന്റെ കൂടി ഇപ്പോൾ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി ഈ കഴിഞ്ഞ തവണ ഉപയോഗിച്ച ടെലിഗ്രാം ആപ്പ് ഇത്തവണ അത് നിയന്ത്രിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടോ? സാറേ, അത് വലിയ മാറ്റം ഉണ്ടാവും പ്രതീക്ഷ പറയാൻ പറ്റില്ല. എങ്കിലും ഒരുപാട് കുട്ടികളുടെ പ്രതീക്ഷയാണ് ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഒരുപാട് ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നീറ്റ് പരീക്ഷ കോച്ചിങ്ങിന് പോകുന്നത്. ഒരുപാട് ചെലവാക്കുന്നത് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റ് അതിന്റെ രീതിയിൽ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറ്റമാക്കിയ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ല നമുക്ക് ഒന്നിനും പാർട്ടായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെ സിസ്റ്റം എല്ലാം കറക്റ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇവരുടെ പ്രതീക്ഷയുണ്ട്. നല്ലോണം പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ കിട്ടാതെ പോകുന്നവരുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നവരും എല്ലാം ഉണ്ട്. എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് കുറച്ച് കൂടി കുറ്റമറ്റ രീതിയിൽ ബാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് എന്റെ അഭിപ്രായം. ശരി, അത് തന്നെയാണ് പൊതുവായി എല്ലാ പ്രേക്ഷകരുടെ അഭിപ്രായം തോന്നുന്നു. ശ്രീ ഹുസൈനാണ് പാലക്കാട് നിന്നും. ശ്രീ ഹുസൈൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കഥ പോലെ ഒരാൾ ഒരു മോഷണം മുതൽ കൊണ്ടുപോയത് ഓട്ടോയിലാണെങ്കിൽ ഓട്ടോ നിയന്ത്രിക്കുകയല്ലല്ലോ വേണ്ടത്, മോഷണം തടയുകയല്ലേ വേണ്ടത്. അതുപോലെ കഴിഞ്ഞ തവണ ഈ ടെലിഗ്രാമിലാണ് ചോദ്യപേപ്പർ അയച്ചെങ്കിൽ ഇത്തവണ അത് അയക്കാൻ വേറെ എത്രയെങ്കിലും ആപ്പുകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അടക്കം 8 10 ആപ്പുകളുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പ് മാത്രം നിയന്ത്രിച്ചതുകൊണ്ട് ഇത് തടയാൻ കഴിയുമോ? അങ്ങനെയല്ല സാർ. ഞാൻ ആദ്യമായി നമസ്കാരം പറഞ്ഞു. നമസ്കാരം, പറഞ്ഞു. സാറേ, നമ്മള് ഈ ടെലിഗ്രാം ആപ്പ് നിയന്ത്രിക്കുക എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ NTA വഴിതടിച്ചിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർക്ക് ക്വാറന്റൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 21-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെയാണ് അവരെ പുറത്തുവിടുന്നത്. അപ്പൊ ഇനിയും
ഇതിപ്പോ റീ എക്സാമാണ് നടത്തുന്നത്. ഇനിയും ഇതിന്റെ ഒരു ചോർച്ച അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇത് രക്ഷിതാക്കളും ഇത് കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് അങ്ങനെയുള്ള അവൈലബിലിറ്റി നോക്കാതെ രക്ഷിതാക്കളും മക്കളുടെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് കുറെ തടയാനായിട്ട് കഴിയും. അതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ശ്രീ ഹുസൈനെ, ഈ രക്ഷിതാക്കളെന്നൊക്കെ പറഞ്ഞാൽ 2-3 ലക്ഷം കൊടുത്താൽ എൻ്റെ മകന് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടുമെന്നൊക്കെ കാണുമ്പോൾ അത് തെറ്റാണ്, ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ്. പക്ഷേ പലരും ഈ ലക്ഷങ്ങൾ കൊടുത്താണ് കുട്ടികളെയൊക്കെ ഇല്ലാത്ത പൈസ കടം മേടിച്ചൊക്കെയാണ് കുട്ടികളെ ഈ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ അയച്ച് എങ്ങനെയും ഡോക്ടറാക്കണം എന്നുള്ള ഒരു വലിയ മോഹത്തിലൊക്കെ ആയിരിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അവർ ഇത് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇനി വന്നാലും ആളുകളൊക്കെ മേടിക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷേ അത് അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കലല്ലേ ഒരു സർക്കാരിന്റെ കടമ? സാർ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ പൊതുസമൂഹത്തിന്, അതായത് നേരെ വിദ്യാഭ്യാസം അധികം ഇല്ലാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് പഠിച്ച് MBBS പാസ്സാകുന്നവര് നമ്മുടെ സമൂഹത്തിന് ഒരു ഭീഷണിയല്ലേ സാർ? 100% ഒരു സംശയമില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അവസരം നഷ്ടപ്പെടുന്നതോടൊപ്പം ഇങ്ങനെയുള്ള സമൂഹത്തിന് വലിയൊരു ഭീഷണി. അതെ, രണ്ടു തരത്തിലാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അവസരം നഷ്ടമാകുന്നു. ഇത്തരം യോഗ്യതയില്ലാത്തവർ ഒരു MBBS ബിരുദധാരികളായി കടന്നു വന്നാൽ അവർ സൃഷ്ടിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ അതിനേക്കാളും വലുതാണ്. MBBS മാത്രമല്ല സാർ, അതിന്റെ അനുബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളിലേക്ക് ഈ മാർക്ക് കമ്മിയാവരും കയറുന്നുണ്ടല്ലോ, ഈ പഠിച്ചു കയറാത്തവർ. അതെ, അതിന് തടയേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ്. അതെ, അങ്ങനെ സമൂഹത്തിനും ആ തരത്തിൽ ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു വിഷയം ഇത്തരം അവസരങ്ങളൊക്കെ കിട്ടിയാൽ പലരും മക്കൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും ആളുകൾ പലരും അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യത ഇനിയുമുണ്ട്. പക്ഷേ അതിനുള്ള അവസരം തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിലെ കമൻറ്റുകൾ തുടക്കമൊക്കെ സുനിൽ, കിരൺ സാർ നമസ്കാരം, മുരളിച്ചേട്ട നമസ്കാരം, അങ്ങനെ കുറേയേറെ നമസ്കാരം പറച്ചിലുകൾ, പരസ്പരമുള്ള അഭിവാദ്യങ്ങളൊക്കെയാണ്. മുരളീധരൻ നായരുണ്ട്, ജയകുമാറുണ്ട്, ശശിധരൻപിള്ളയുണ്ട്, അങ്ങനെ സുനിൽകുമാറുണ്ട്, അങ്ങനെ കുറേയേറെ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. എക്സാം നീട്ടിവെക്കണം, അഡ്മിഷൻ കാർഡ് കിട്ടിയില്ല എന്ന് മിസ്റ്റർ XRB എന്ന് പറയുന്ന ഒരാൾ പറയുന്നു. അഡ്മിഷൻ 21-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അതിൻ്റെ അഡ്മിഷൻ കാർഡ് ഇനി എല്ലാവർക്കും കിട്ടിയോ കിട്ടിയില്ലോ എന്ന് അറിയില്ല. എന്തായാലും 21-ാം തീയതി പരീക്ഷയാണ്. കിട്ടിയില്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഏജൻസിയുമായി ബന്ധപ്പെടുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കാർഡ് കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ എക്സാം ഒന്നും നീട്ടിവെക്കുന്നതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. ജയകുമാർ, സുനിമോൾ പോയിട്ട് വിളിച്ചോ സുഖമല്ലേ എന്നൊക്കെ ശശിധരൻപിള്ള ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഈ പേരും പറഞ്ഞ് കുറച്ച് ദിവസം ടെലിഗ്രാം പൊട്ടിച്ചാൽ കഴിഞ്ഞ ചോർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ അവർ നിർബന്ധിതരാകും എന്ന് പറയുന്നു. അങ്ങനെ ഒരാളെ പൊട്ടിച്ച് കഴിഞ്ഞ ചോദ്യപേപ്പർ ചോർച്ചയുടെ വിവരങ്ങൾ അവർ കൈമാറിയില്ലെങ്കിൽ സർക്കാർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് ആപ്പുകൾക്കും ഇന്ത്യൻ സർക്കാരിന് നിയന്ത്രണമില്ലേ, അവരത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ പൂട്ടിച്ചുകൊണ്ട്, ഒരു ടെലിഗ്രാം പൂട്ടിയാൽ എന്താണ് ഈ അയക്കുന്നവർക്ക് പ്രശ്നം? വേറെ എത്രയെങ്കിലും ആപ്പുകളില്ലേ, ആ ആപ്പുകൾ വഴിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, അതങ്ങനെ ഇതൊരു സിനിമ അയക്കുന്ന പോലെ വലിയ ഫയലൊന്നും അല്ലല്ലോ ടെലിഗ്രാമിലൂടെ മാത്രം അയക്കാൻ. ചെറിയ ഫയലിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്, അത് അയക്കുന്നതിന് അല്ലെങ്കിൽ എത്ര ചെറുതാക്കിയും അയക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് അയക്കാം. അപ്പോൾ ഇത് മാത്രമായി നിയന്ത്രിച്ചതുകൊണ്ട് എന്താണ് ഇതുകൊണ്ട് നേട്ടമെന്നുള്ളൊരു ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും എല്ലാം ചെറുപ്പക്കാരടക്കം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുത്തതും. കാരണം കേരളത്തിലെ ഒരു ഇടത്തരക്കാരായ മാതാപിതാക്കളിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ അവർ പണം കടം വാങ്ങിയും അല്ലാതെയും ഒക്കെ പണം കണ്ടെത്തി, അല്ലെങ്കിൽ ജീവസമ്പാദ്യമൊക്കെ എടുത്ത് ചിലവഴിച്ചാണ് കുട്ടികളെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്നത്. അങ്ങനെയൊക്കെ കുട്ടികളാണെങ്കിൽ അവരുടെ കളിതമാശകൾ പോലും ഒഴിവാക്കി, അവരുടെ വിശ്രമവേളകൾ പോലും ഒഴിവാക്കി പഠിച്ച് എഴുതുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷ കൃത്യമായി നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് കുട്ടികൾ കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ നടത്തേണ്ടതാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഉണ്ടായത് അതീവ ഗുരുതരമായ പിഴവാണ്. ഒരിക്കലും രാജ്യത്തിന് തന്നെ നാണക്കേടായ പിഴവാണ്. ഇത്ര വലിയൊരു പരീക്ഷ നേരെ ചൊവ്വേ നടത്താൻ കഴിയാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് തിരുത്തി പുതിയ രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതെങ്കിൽ ഇത്തവണ ആ ആപ്പ് മാത്രമായി നിയന്ത്രിച്ചുകൊണ്ട് എന്താണ് കാര്യം? സാർ നമസ്കാരം. നമസ്കാരം. ഈ നീറ്റ് പരീക്ഷയിൽ മുമ്പ് നടന്ന പരീക്ഷയിൽ നടന്ന ക്രമക്കേട് വലിയ നാണക്കേട് തന്നെയാണ്. പക്ഷെ സത്യത്തിൽ ഇപ്പോഴെന്തിനാ ഈ നെഗറ്റീവ് കമന്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഗവൺമെന്റ് അത് മാറ്റി ചെയ്യുകയാണ്, ഒരു ആപ്പ് അവർ നിരോധിച്ചിരിക്കുന്നു. അപ്പൊ നെഗറ്റീവ് വീണ്ടും ഇത് ആവർത്തിക്കും തന്നെയാണ്. എന്തിനാ നമ്മൾ മുൻകൂട്ടി കാണുന്നു? ഗവൺമെന്റ് നല്ല രൂപത്തിൽ നടത്തട്ടെ, ബാക്കിയെല്ലാ ആപ്പിനെയും നിരീക്ഷിക്കുന്നുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്.
കാരണം ഇതിപ്പോ അവര് ചെയ്തത് കൊണ്ട്, അവര് പബ്ലിക്കിൽ വന്നത് കൊണ്ട് അവര് അത് ചെയ്തു. മറ്റുള്ളവരെ നോക്കി ചെന്ന നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. കഴിഞ്ഞ കാലത്ത് നടന്നത് തെറ്റാണ്, അങ്ങേയറ്റം മോശം തന്നെയാണ്. ഗവൺമെന്റിന് അങ്ങേയറ്റം മാനക്കേട, രാജ്യത്തിന് തന്നെ മാനക്കേട, അത് ശരി. പക്ഷെ വീണ്ടും അത് ശരിയായ രൂപത്തിൽ നടത്തുമ്പോൾ നമ്മൾ നെഗറ്റീവ് കമന്റിലേക്ക് പോകുന്നത് ശരിയല്ല. വീണ്ടും നടത്തിയിട്ട് അങ്ങനെ ഒരു അപാകത ഉണ്ടെങ്കിൽ നമുക്ക് തെരുവിലെങ്കിൽ പ്രതിഷേധിക്കാം. അല്ല, ബാലകൃഷ്ണന്റെ ഒരു ചോദ്യം ഏതാണ്, ഇപ്പൊ ബാലകൃഷ്ണൻ തന്നെ അറിയാം, ബാലകൃഷ്ണന്റെ ടെലിഫോണിൽ പോലും മെസ്സേജുകൾ അയക്കാൻ ഒന്നിലേറെ ആപ്പുകളുണ്ട്. അപ്പോൾ ഒരു ആപ്പ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അടുത്ത ആപ്പ് വഴി അയക്കില്ല ആളുകൾ. അല്ലാതെ ഇതിപ്പോൾ ഞാനത് ആദ്യം പറയും, ഒരു കള്ളൻ മോഷണം മുതൽ കൊണ്ടുപോയത് ഓട്ടോയിലാണെങ്കിൽ ഓട്ടോ നിയന്ത്രിച്ചാൽ അവൻ ഓട്ടോയിലേക്ക് പകരം കാറിലോ ബൈക്കിലോ കൊണ്ടുപോകും. ഇത് ഒന്നുകിൽ ഇതിനെല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത് അതിനേക്കാളൊക്കെ പ്രധാനം ഇത് എവിടുന്ന് ചോരുന്ന അകത്തുനിന്നല്ല, കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ. അപ്പോൾ അവിടെയല്ലേ യഥാർത്ഥത്തിൽ നിയന്ത്രണവും സുരക്ഷയും ഒക്കെ പഴുതടച്ച കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പകരം ഈ ആപ്പ് നിയന്ത്രിച്ചുകൊണ്ട് എന്ത് കാര്യം? അല്ല, കള്ളൻ കപ്പലിലോ ഫ്ലൈറ്റിലോ എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ട്, അന്വേഷണ ഏജൻസി ഉണ്ട്, അന്വേഷിക്കുകയും ചെയ്യും, കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോ ഇത് തെറ്റ് ചെയ്ത ആപ്പിനെ നിരോധിക്കുകയും വീണ്ടും പരീക്ഷ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നെഗറ്റീവ് കമന്റിലേക്ക് പോകുന്നത് തെറ്റാണ്. ഈ ഗവൺമെന്റ് ശക്തമായി അന്വേഷിക്കുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. ഈ അന്വേഷണം അവസാനിക്കുന്നില്ല, അന്വേഷണം ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ആപ്പിനെ അവർ നിരോധിച്ചു, ബാക്കി എല്ലാ ആപ്പിനെയും നിരോധിക്കണം, എന്നിട്ടേ പരീക്ഷ നടത്താൻ പറ്റൂ, ഇല്ലേ വീണ്ടും ചോരും എന്നുള്ള നെഗറ്റീവ് കമന്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അങ്ങനെ എല്ലാ ആപ്പും നിരോധിക്കണമെന്നും നമുക്ക് അഭിപ്രായമില്ല. ഉപയോഗിച്ച പിന്നെന്തിനാ ഈ ചർച്ച ഒരു പ്രഹസനാണോ? അല്ല, ഇത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ആപ്പ് വഴിയാണ് ഒരിക്കൽ മോഷണം നടന്നതെങ്കിൽ, ഞാനതിനെ തന്നെ ആദ്യം പോലെ ചോദിച്ചത്, ഒരു കള്ളൻ ഒരു സൈക്കിളിൽ പോയാൽ അടുത്ത പ്രാവശ്യം സൈക്കിള് നിയന്ത്രിച്ചതുകൊണ്ട് ആ കള്ളനെ തടയാനാവില്ലല്ലോ. അവൻ സൈക്കിൾ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സ്കൂട്ടറിലോ കാറിലോ ബൈക്കിലോ പോവില്ലേ? അതല്ലല്ലോ ഒരു കള്ളൻ തടയാനുള്ള മാർഗം. അങ്ങനെയല്ലല്ലോ. നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട ഒരു ആപ്പ് ടെലിഗ്രാം കൂടിയാണ് എന്ന് വിശ്വസിക്കുക, അത് നിയന്ത്രിക്കേണ്ടി വരും. എന്നിട്ട് ബാക്കിയുള്ളത് പരിശോധിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. അപ്പൊ നമ്മൾ നടന്നതിന് മുമ്പേ നെഗറ്റീവ് കമന്റ് പറയുന്നത് ശരിയല്ല എന്നുള്ളതാ. ഈ അന്വേഷണം, ഈ മുമ്പ് നടന്ന ക്രമക്കേട് അന്വേഷിച്ചതിന് ഉത്തരവാദികളെ പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാര്യം പോക്ക് തന്നെയാണ്. കാരണം പബ്ലിക്കിന് അത്ര വികാരമുള്ള ഒരു സംഭവമാണിത്. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് നടത്തി അന്വേഷണം നടത്തി ആരാണ് നടത്തിയെന്ന് കണ്ടുപിടിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, നമ്മളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംവിധാനത്തെ എല്ലുണ്ടായ അതീവ ഗുരുതരമായ പിഴവ്, ആ വീഴ്ച അംഗീകരിച്ച് അത് കണ്ടെത്തും, അത് തിരുത്തുമെന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. ബാലകൃഷ്ണനാണ് പ്രതികരിച്ചത് വടകരയിൽ നിന്നും. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, വളരെ വേഗത്തിൽ മടങ്ങി വരാം. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച അത്യന്തം ഞെട്ടലോടുകൂടിയാണ് രാജ്യം കേട്ടത്. രാജ്യത്തെ ഇത്രയും പഴുതടച്ച സുരക്ഷയോടെ കുട്ടികളെയൊക്കെ അകത്തേക്ക് കയറ്റുമ്പോൾ മാലയുണ്ടോ വാച്ചുണ്ടോ എന്നൊക്കെ നോക്കി അവരുടെ വസ്ത്രധാരണം പോലും ഏതൊക്കെ തരം വസ്ത്രം ധരിക്കാം എന്നതൊക്കെ അടക്കം പരിശോധനയൊക്കെ നടത്തി കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലെ ചോദ്യപേപ്പറുകളാണ് ആ ഉറവിടത്തിൽ നിന്ന് തന്നെ ചോർത്തിയതായി മനസ്സിലാവുന്നത്. എന്തായാലും അതൊരു വീണ്ടും പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷ നടത്തുമ്പോൾ അന്ന് ഈ ചോർത്താൻ ഉപയോഗിച്ച ആപ്പ് ടെലിഗ്രാമാണ്. അതുകൊണ്ട് ടെലിഗ്രാം നിയന്ത്രിച്ചാൽ ചോർച്ച തടയാം എന്നൊക്കെ കരുതുന്നത്, അതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ ലോജിക്ക് എന്താണ്? സാർ, നീറ്റ് പരീക്ഷ പോലെയുള്ള ഉന്നത തരത്തിലുള്ള പരീക്ഷകളിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, മുമ്പും പറ്റിയിട്ടുണ്ട് സാർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തിരുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ അങ്ങനെ ഒരു അപാകത സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഒരു പരീക്ഷ നടത്താനുള്ള ഒരു തുടക്കം എന്ന് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ സാർ. ഒരു സ്വാഗതം ചെയ്യുന്നു സാർ. അത് ശരി, താങ്കളുടെ അഭിപ്രായത്തെ അങ്ങനെയാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾ എന്ത് ചെയ്യുന്നു? നമസ്തേ സാർ. നമസ്തേ, താങ്കൾ എന്ത് ചെയ്യുന്നു? ഹലോ ശ്രീ കണ്ണൻ, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ടൂറിസം മേഖലയാണ് സാർ. ശരി, ഓക്കെ. കണ്ണന് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ കണ്ണൻ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു എനിക്ക്. പിന്നെ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു അഭിപ്രായം പറയാൻ പറ്റായിരുന്നു. അയ്യോ, അല്ല, ഈ വിഷയത്തിൽ പറയുന്നു. ഹലോ ശ്രീ കണ്ണൻ, ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാം. ഹലോ ശ്രീ കണ്ണൻ കേൾക്കാമെങ്കിൽ ഈ വിഷയത്തിൽ പറയാം. ശരി, ശ്രീ ബിജു ആണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ബിജു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
ഈ ആപ്പിലൂടെയാണ് കഴിഞ്ഞ തവണ ചോദ്യപേപ്പർ കൈമാറിയത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആപ്പ് നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ആപ്പുകൾ വേറെ വേറെ അയക്കാൻ പറ്റുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിലെല്ലാം ലഭ്യമാണ്. അപ്പോൾ അതൊരു പ്രായോഗികമായ ഒരു പരിഹാരമാണോ? സത്യം പറഞ്ഞാല് ആപ്പുകൾ നിരോധിക്കുന്നതുകൊണ്ടല്ല പരിഹാരം ഇത് സംഭവിക്കുന്നത് ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നവരിൽ നിന്നുമാണ്. അവർ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അവരുടെ അറിയപ്പെടുന്ന ആർക്കെങ്കിലും ഒരു 10 ചോദ്യമെങ്കിലും ലീക്കാക്കി എടുക്കാവോ എന്നവർ ശ്രമിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടത് വളരെയധികം ആലോചിക്കാനുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അതിൽ കാണുന്ന ഒരു ഖേദകരമായ സംഭവം എന്ന് പറഞ്ഞാല് ഒരാള് ഒരു കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ കമ്മല് മാല ഇട്ടുകൊണ്ട് പോവുക, ഇതൊക്കെ മുറിച്ചെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. അതേപക്ഷം വേണം ഒരു കുർത്ത, ഇങ്ങനെ പൈജാമ, വലിയ ഈ തലമൂടി മുഖം മൂടിയൊക്കെ വരുന്ന ആ രൂപങ്ങള് അതൊക്കെ അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഈ കയ്യിൽ കെട്ടുന്നതും കഴുത്തിൽ മാല ഇടുന്നതും അതൊന്നും മാറ്റേണ്ട ഒരാവശ്യമില്ല. ഈ കഴുത്തിലെ മാലയുടെ രൂപത്തിൽ കയ്യിലുള്ള ചരടിന്റെ രൂപത്തിലൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ആ രൂപത്തിലേക്ക് മാറ്റി അകത്ത് കടത്തി ചോദ്യപേപ്പർ ചോർത്താതിരിക്കാനും പുറത്തുനിന്ന് ചോദ്യത്തിന് ഉത്തരം തേടാതിരിക്കാനും ഒക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇലക്ട്രോണിക് സംവിധാനം തുടങ്ങിയ കാലത്ത് ചെവിയിലൊക്കെ വെച്ചാൽ ഒരാളും കാണാത്ത രീതിയിൽ ഉള്ള ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെവിയിലൊക്കെ വെച്ച് കയ്യിലെ വാച്ചിലൊക്കെ പ്രത്യേകമായി കണക്ട് ചെയ്ത് വാച്ചിലൂടെ ചോദ്യം പുറത്തേക്ക് പോവുക, പുറത്തുനിന്ന് ആളുകൾ നോക്കി പറയുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തടയാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഒന്നും നമ്മൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് എതിർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ഇങ്ങനെയുള്ള സംവിധാനം അവർ ഘടിപ്പിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം വേണ്ടതല്ലേ? അവിടെയല്ലേ ഈ കുഴപ്പം? ആ സംവിധാനം ബിജു അറിയാൻ കഴിയും. ഇപ്പൊ ഞാനൊരു മാല ഇട്ടിരിക്കുന്നു, എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അത് അതിനുള്ളിലൂടെ ഒരു വയറുണ്ടോ, അതിനുള്ളിൽ മാലയുടെ ലോക്കറ്റിലോ മറ്റെവിടെയെങ്കിലും വേറെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്നതിന് പകരം മാല അങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ വരുന്നതല്ലേ, ഇത്രയും പേരെ ഓരോരുത്തരായിട്ട് നിർത്തി ഓരോന്ന് അഴിച്ച് പരിശോധിക്കാനൊന്നും കഴിയില്ലല്ലോ. അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇതല്ല സിസ്റ്റം വീക്കാണ്. ദാറ്റ് മീൻസ് ഇത് എന്തെങ്കിലും ഉണ്ടോ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലുള്ള സംവിധാനം നമുക്കില്ല. പക്ഷെ ഉള്ളതെല്ലാം അഴിച്ച് കളയുകയും വേണം. അല്ല, അതല്ലേ നടക്കൂ. ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് ഓരോ കുട്ടിയായിട്ട് നിന്ന് ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടോ എന്ന് ഓരോ കുട്ടിയായിട്ട് പ്രത്യേകം പരിശോധിക്കാനൊന്നും കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിലൊന്നും നമ്മൾ എതിർക്കേണ്ട കാര്യം. അല്ല, ഒരാളെ ഒരു മുമ്പിൽ നിർത്തിയിട്ട് മുറിച്ച് കളയുന്ന സമയം അത് മുറിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അവിടെ വന്ന് മുറിക്കാൻ എന്തിനാ നിൽക്കുന്നത്? നേരത്തെ മുറിച്ചിട്ട് വരാമല്ലോ. ഇതൊക്കെ കുട്ടികൾക്ക് അറിയാമല്ലോ നേരത്തെ. അല്ലാതെ അവിടെ വന്ന് അറിയുന്നതല്ലല്ലോ, അന്ന് അറിയുന്നതല്ലല്ലോ ഒന്നും. ഇലക്ട്രോണിക് ഇപ്പം കയ്യിൽ കാണുന്ന ഒരു കെട്ടിയിരിക്കുന്നത് ചരട്, ഏതായാലും ചരടിനകത്ത് ഏതായാലും എത്രത്തോളം ഇലക്ട്രിക് ഉപകരണങ്ങൾ വെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒരു ചരടൊക്കെ അഴിച്ചു, കൈ കെട്ടി ഒരു ചരട് ഇപ്പം കയ്യിൽ നിന്ന് അഴിക്കരുത് എന്നുള്ള ആർക്കും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതൊക്കെ അഴിച്ചിട്ട് അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ശ്രീ ബിജു. അത് കയ്യിലെ ചരടായാലും വാച്ചായാലും കമ്മലായാലും ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സാധാരണ ഇതിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. അത് നമുക്ക് ഊരി വെച്ചിട്ട് ചെല്ലണം. ഇപ്പൊ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പേഴ്സ് അടക്കം ഊരി പുറത്ത് വെച്ചിട്ട് ചില സ്ഥലത്ത് കയറാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? അതിലൊന്നും കാര്യമില്ല. സിസ്റ്റം ശരിയല്ല, അതൊന്നും മനസ്സിലാക്കാനുള്ള സിസ്റ്റം ഇല്ല. അതാണ് പ്രധാനം. അതേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളാണ്. എന്തായാലും ഈ ഇത്രയും കുട്ടികളെ ഒന്നും ഓരോരുത്തരെയായിട്ട് അവരെ ഇട്ടേക്കുന്ന ചരടും അല്ലെങ്കിൽ അവർ ഇട്ടേക്കുന്ന വാച്ചും മാലയും ഒക്കെ അത് എന്തെങ്കിലും അതിൽ ഉപകരണങ്ങളുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് അകത്ത് കടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം, ആരെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകാനുള്ള കാര്യമല്ലല്ലോ. ഉണ്ട്, മാനസികമായിട്ട് വളരെ വിഷമം. അതെന്തിനാണ് മാനസിക വിഷമം ഉണ്ടാകുന്നത്? കയ്യിലെ ഒരു വാച്ചോ അല്ലെങ്കിൽ ഇത് അഴിക്കുന്നതിന് മാനസിക വിഷമം എന്തിനാണ്? ഞാനിപ്പോ ഇന്നലെ ആയിരിക്കും ഒരു അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പള്ളി, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊന്നും കുട്ടികൾ ഒരു അമ്പലത്തിൽ കെട്ടിയാലും പള്ളിയിൽ കെട്ടിയാലും ഒന്നും അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ കുട്ടികൾ അതിൽ നിന്നൊക്കെ ശാസ്ത്രീയമായ ചിന്തയൊക്കെ കുട്ടികൾക്ക് വേണ്ടി. ആ നൂല് പിറ്റേ ദിവസം തന്നെ ഒരുപക്ഷെ അത് കട്ട് ചെയ്ത് കളയുക. അല്ല, കട്ട് ചെയ്യേണ്ട, അവർ അഴിച്ചു വെച്ചിട്ട് തിരിച്ചൊന്ന് കെട്ടാമല്ലോ. അല്ല, അവര് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, അവര് കട്ട് ചെയ്യണ്ടല്ലോ, സ്വന്തമായിട്ട് അഴിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഴിച്ചു വെച്ചിട്ട് എല്ലാമല്ലോ. അല്ല, മൊത്തത്തിലൊന്നും ഒരു ശരീരത്തിൽ ഓടിച്ച് ഒരു പരിശോധന നടത്താനുള്ള സംവിധാനമല്ലേ ശരിക്കും വേണ്ടത്? അതിൽ എത്ര എളുപ്പമുണ്ട്. അതെ, ഞാനത് ബിജുവിനൊക്കെ ആവർത്തിച്ച് പറഞ്ഞത്, ഇത് ലക്ഷക്കണക്കിന് പേര് എഴുതുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷാ കേന്ദ്രങ്ങളെ വിവിധ കോളേജുകളും സ്കൂളുകളും ഒക്കെയാണ്. അവിടെ കുറച്ച് ആളുകളെ നിർത്തി അവർക്ക് ഓരോ കുട്ടിയായിട്ട്, ഒരു സ്കൂളിൽ വരുന്ന 1500 കുട്ടികളെയും ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് അകത്ത് കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ 4-5 മണിക്കൂറിലേറെ എടുക്കുന്ന അധ്വാനമാണ്. അതുകൊണ്ട് അതിന് എളുപ്പമായ ഒരു മാർഗ്ഗം ഉപയോഗിച്ചിരിക്കുന്നു. ഫുൾ കൈ ഷർട്ട് ഇട്ട് അതിനടുത്ത് കൈ മടക്കി വെച്ചുകൊണ്ട് എല്ലാം കഴിയില്ല എന്ന് പറഞ്ഞാൽ കൈയുടെ മടക്ക് ഓരോരുത്തരുടെയും കൈയുടെ മടക്ക് അഴിച്ച് പരിശോധിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നത് അത് അനുസരിക്കുക. അതിനെന്താണ് നമുക്ക് തെറ്റ്? അതിലെന്താണ് ബുദ്ധിമുട്ട്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ 400 പേര് വരുന്നുണ്ടെങ്കിൽ 400 പേര് ഒരു 40 ഒരു 10 റൂട്ടെങ്കിലും വേണമെന്നേ. അത് ചെക്ക് ചെയ്യാനുള്ള 10 ആൾക്കാരെങ്കിലും. എന്തിനാ ബിജു അങ്ങനത്തെ ബലം പിടിക്കേണ്ട കാര്യം എന്താണ്? അല്ല, നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാതെ എന്ത് കാര്യത്തിന് കയ്യിലൊരു ചരടോ വാച്ചോ മാലയോ അല്ലെങ്കിൽ കമ്മലോ ഉണ്ടെങ്കിൽ അതങ്ങ് അഴിച്ചു വെച്ചൂടെ? അതിന് ബലം പിടിക്കേണ്ട കാര്യമുണ്ടോ?
അതെ, ഇതൊന്നും മനുഷ്യന് അവിഭാജ്യമായ ശ്വാസം എടുക്കേണ്ട അവിഭാജ്യമായ ഘടകമൊന്നും അല്ലല്ലോ. അത് അഴിച്ചു വെച്ചിട്ട് കയറുക, അത്രേ ഉള്ളൂ. അതെ, നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ളവർ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നത്. അല്ല, അങ്ങനെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ എന്റെ കൂട്ട് ഇത് അഴിച്ചു വെപ്പിക്കുന്നത് എന്തോ വലിയൊരു തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഴിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പട്ടാളത്തിൽ ചില ടെസ്റ്റിന് ചെല്ലുമ്പോൾ നിങ്ങൾ ജട്ടി മാത്രമേ ഇട്ടുകൊണ്ട് നിൽക്കാൻ കഴിയൂ. അപ്പൊ എനിക്ക് ജട്ടിയല്ല, എനിക്ക് അവിടെ ബെന്നിയൻ ഇട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും. അത് അവിടെ ഒരു ആ ശരീരത്തിൽ മറ്റൊന്നും ഇല്ല എന്നത് അറിയിക്കാൻ വേണ്ടി അവർ അണ്ടർവെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ എനിക്ക് പാന്റ് ഇട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണ്. ഇതൊരു സിസ്റ്റത്തിലെ പോരായ്മയല്ല, നമ്മുടെ ചിന്താഗതിയിലെ പോരായ്മയാണ് ബിജു. അല്ല ബിജു, ഇത് ഞാനതാ ചോദിച്ചത്. പട്ടാളത്തിൽ പോകുന്നു നിങ്ങൾ, അല്ല ബിജു ഒരു സംശയം ചോദിച്ചോട്ടെ. പട്ടാളത്തിൽ നിങ്ങളൊരു ടെസ്റ്റിന് പോകുന്നു. ടെസ്റ്റിന് പോകുമ്പോൾ 100 കണക്കിന് 1000 ആളുകൾ ചെറുപ്പക്കാർ വരുന്നു. അവരെല്ലാവരും ജട്ടി ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ല ചെറിയൊരു നിക്കർ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവർക്ക് എനിക്ക് പറ്റില്ല, എനിക്ക് അവിടെ ഉടുപ്പിട്ടേ നിൽക്കാൻ പറ്റൂ, ഫുൾ കൈ ഷർട്ട് ഇട്ടേ നിൽക്കാൻ പറ്റുമെന്ന് സമ്മതിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്, അത് വേറെ കാര്യം. അത് അവിടുത്തെ അല്ല, അതുപോലെയല്ലേ ഇതിന്റെ കാര്യം. ആരും നഗ്നരാട്ടി ചെല്ലണമെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാം, പക്ഷെ വസ്ത്രത്തിനിടയിൽ മറ്റു സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കരുതെന്നേ പറയുന്നുള്ളൂ. ഡ്രസ്സ് ഇട്ട് ഒരാളുടെ മെഡിക്കൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞു തന്നെ ഇത് വളരട്ടെ, ആയിക്കോട്ടെ. അല്ല, വളരണം. അത് അത്തരം ചിന്താഗതികൾ ആർക്കാ കയ്യിൽ കിടക്കുന്ന ചരടോ മാലയോ അല്ലെങ്കിൽ ഒന്നും അഴിച്ചു കളയുന്നതിന് ഇത്ര പ്രയാസം ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. കുട്ടികൾ അങ്ങനെ തന്നെ പഠിച്ചു തന്നെ വളരുന്നതിനാണ് നല്ലത്. സിസ്റ്റത്തിനെ പറ്റി പറയാൻ നിങ്ങൾ തയ്യാറല്ലോ, അതാണ് നമ്മൾ കുഴപ്പം. ആ സിസ്റ്റം നല്ല സിസ്റ്റമാണ്, നല്ല സിസ്റ്റത്തിനെ എതിർക്കുന്നത് അല്ല. അത് സ്വന്തം ഞാൻ പറയുന്നത് ജയിക്കണം എന്നുള്ള ഒരു ബോധത്തോടുകൂടി പറയുന്നതെന്ന് മാത്രം അല്ല ബിജു. ഞാൻ ജയിക്കണമെന്നല്ല പറഞ്ഞത്. ഏത് കാര്യത്തിനായാലും ഒരു സിസ്റ്റത്തിൽ വെച്ച ഒരു ഏറ്റവും എളുപ്പ മാർഗം അതാണ്. ഞാനൊരു ഡ്രസ്സ് ധരിച്ചിട്ട് ഞാൻ പറയുന്നു എന്റെ ഫുൾ കൈ ആണ്, ആ ഫുൾ കൈക്ക് ഒരു 10 പോക്കറ്റുള്ള ഷർട്ടൊക്കെ ഞാൻ ധരിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഷർട്ടും കൊണ്ട് ഞാൻ ഒരു ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് എന്നാൽ അവർ സമ്മതിക്കില്ല. അവർ പറയും അത്ര ഷർട്ട് അനുവദിക്കില്ല എന്ന് പറയും. അല്ലാതെ ആ ഷർട്ട് ഊരി വെക്കുക എന്നല്ല പറയേണ്ടത്, ആ ഷർട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. അല്ല, അതൊക്കെ പ്രായോഗികമല്ല ബിജു. അത്രയും കുട്ടികളെ ഒന്നും അങ്ങനെ പരിശോധിച്ചൊന്നും കയറ്റിയൊന്നും പ്രായോഗികമല്ല. അത് ആ ഷർട്ട് അഴിച്ച് വേറെ ഷർട്ട് എടുത്തതിന് എനിക്ക് എന്താണ് തടസ്സമുള്ളത്? ഞാൻ അവിടെ ചെല്ലുമ്പോഴല്ലോ പറയുന്നത്. അവിടെയാണ് കുഴപ്പം. അവിടെ എന്താ കുഴപ്പം? ആ പരിശോധനയുടെ കുഴപ്പമാണ്. പരിശോധനയ്ക്ക് സിസ്റ്റം വേണം, അതന്നെ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ബിജു, എന്തായാലും ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ മനസ്ഥിതിയുടെ കുഴപ്പമാണ്. ഇതൊക്കെ കയ്യിലെ ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ അത് ആ നിയമം അനുസരിച്ച് പോവുക. അതിനപ്പുറത്തേക്ക് ഞാൻ ധരിക്കുന്ന വസ്ത്രം ധരിക്കുക എന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് എഴുതാൻ പോകരുത്, അത്രേ ഉള്ളൂ. പിന്തുടർന്ന് പോരുന്നത് മാറ്റാൻ തയ്യാറല്ല, അതാണ് കുഴപ്പം. ഇത് പിന്തുടർന്നതല്ലേ, പുതുതായി തുടങ്ങിയതാണ് ബിജു. അല്ല, ശ്രീ രാമകൃഷ്ണനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ടെലഗ്രാം ആപ്പ് നിയന്ത്രിച്ചതുകൊണ്ട് ഇനി മറ്റ് ആപ്പുകളിലൂടെയൊന്നും ആളുകൾ ക്വസ്റ്റ്യൻ അയക്കില്ല എന്ന് എങ്ങനെ കണ്ടെത്താനാവും? കണ്ടെത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഗവൺമെന്റ് ചിന്തിക്കുന്നേക്കാൾ വലുതായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇതിന്റെ ഒരു വിതരണം, അതുപോലെ ഇതൊക്കെ പ്രിന്റിങ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഇതിന്റെ ഒരു ഗതാഗതമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ വലിയൊരു ട്രാക്കിങ് ഇതിന് ആവശ്യമാണ്. ഇത് എത്രത്തോളം ഇത് നമ്മളെ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പൊ ഒരു നീറ്റ് പോലുള്ള ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കുന്നത് രാജ്യത്തിന്റെ ഭാവിയുമായി നേരിട്ടൊരു ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വളരെയധികം ഒരുപാട് കുട്ടികൾ അവരുടെ സ്വപ്നങ്ങളെ 1 വർഷത്തെ 2 വർഷത്തെയൊക്കെ സ്വപ്നങ്ങളെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ആ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് ഒരു ചോർച്ച കണ്ടെത്തിയപ്പോൾ ആ പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്തത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെയും മകള് ഒരു പരീക്ഷ എഴുതിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കാരണം അനർഹരായ ഒരാളും ആ ഒരു കാറ്റഗറിയിലോട്ട് ജയിച്ചു വരാൻ സാധിക്കാത്ത വിധത്തിൽ ഈ ഒരു പ്രവർത്തനം കൊണ്ട്, ഗവൺമെന്റിന്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ചോർച്ച ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് ഗവൺമെന്റ് തന്നെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കുറ്റക്കാർക്കെതിരെ പോക്സോ പോലുള്ള കേസുകൾ എടുക്കണം. കാരണം ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ചെറിയ ചെറിയ കേസുകളൊക്കെ എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടൈം കഴിഞ്ഞ് നിങ്ങൾ മീഡിയകളും മറക്കും, നമ്മൾ ജനങ്ങളും മറക്കും. പിന്നെ അടുത്ത വർഷം നീറ്റ് ആകുമ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം ഉണ്ടായല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇതൊരു പോക്സോ കേസ് പോലുള്ള കേസുകൾ എടുത്തുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഇത് കുട്ടികളുടെ 10-22 ലക്ഷം കുട്ടികളുടെ ഒരു കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അടുത്ത കാലഘട്ടത്തിലെങ്കിലും അത്തരത്തിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് അതോടൊപ്പം തന്നെ ഈ കുട്ടികളോട് പറയാനുള്ള ഒരു വളരെ ഒരു വിലപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. എന്റെ മകളോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കഠിനാധ്വാനം, സ്വപ്നങ്ങളും ഒരു വീഴ്ചയുടെ പേരിൽ തകരാൻ ഒരിക്കലും അനുവദിക്കരുത്. പരിശ്രമത്തിനും കഴിവിനും പകരം മറ്റൊന്നുമില്ല. നിങ്ങളുടെ പ്രയത്നത്തിന് നീതി ലഭിക്കുന്ന സുതാര്യവും വിശ്വാസവും നീതിപൂർവമായ ഒരു പരീക്ഷ സംവിധാനം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. രാജ്യത്തിന്റെ ഭാവി നിങ്ങളുടെ പോലുള്ള യുവജനങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് ഈ പരീക്ഷ നടത്തൽ അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തതിന്റെ പേരിൽ കുറച്ച് കുട്ടികൾ അവര് മരണപ്പെടുക അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ഒളിച്ചോടരുത്. പ്രശ്നങ്ങൾ നേരിടുക എന്നതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കർശനമായ നിയമങ്ങളും അതിന്റെ ടഫായിട്ട് ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ ഒരു സംവാദകനോട് പറഞ്ഞു കൈകളിൽ ചരട് കെട്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചരടിന്റെ ആവശ്യമില്ല. അത് അവതാരകനായ താങ്കൾ പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു. അത് അവിടേക്ക് വരുമ്പോൾ ഒരു പരീക്ഷ സംവിധാനത്തിന് വേണ്ട ഒരുപാട് കുറവുകളുണ്ട്. 250 കുട്ടികളും 300 കുട്ടികളൊക്കെ ഉണ്ടാവും, ഒരു ഹാൾഡ് ഔട്ട് ഉണ്ടാവും. അവരെ 5 മണിക്കൂർ മുമ്പൊക്കെയാണ് അവരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അവിടെ എല്ലാം A to Z ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സംവിധാനത്തിന് ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് പാലിക്കുക. അത് ചെയ്യാൻ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പറയുന്നത് ഇപ്പൊ CBSE ഒരു പരീക്ഷ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനുള്ള. പക്ഷെ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ കുട്ടികളുടെ ഭാവി അങ്ങനെ പോയിട്ടുണ്ട്. ശരി, അതും കൂടി നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മിസ്റ്റർ XR എന്ന് പറയുന്നത് മെയ് 3 കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞ് ലീക്ക് കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും പഠിക്കുന്ന മൊമെൻറ്റം പോയി. റീനീറ്റ് ഡേറ്റ് 36 ദിവസം തന്നു. എറൗണ്ട് 560 കിട്ടിയ ആൾ ആണ് ഞാൻ. ബട്ട് ഇന്നത്തെ മൊമെൻറ്റം പോയി. വീണ്ടും മോക്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ 400 എനിക്ക് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മിസ്റ്റർ XR എന്ന് പറയുന്ന കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല തിരിച്ചടികളും ഉണ്ടാവും. നമുക്ക് എപ്പോഴും എല്ലാ കാര്യവും സ്മൂത്തായി നടക്കണമെന്നില്ല. അങ്ങനെ തിരിച്ചടികൾ ഉണ്ടായാലും ആ തിരിച്ചടികളൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നാൽ നമ്മൾ അതിനെ നേരിടുക എന്ന് മാത്രമാണ്. അല്ലാതെ നമുക്ക് കുറ്റമറ്റ രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് തിരുത്തൽ, അങ്ങനെ കള്ളം തെളിഞ്ഞാൽ പിന്നീട് വീണ്ടും പരീക്ഷ നടത്തുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതിന് നമ്മൾ മൊമെൻറ്റം പോയി എന്നൊക്കെ പറയുന്നത് പറയാം, ശരിയാണ്. അങ്ങനെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇത് കഴിഞ്ഞ് വിദേശത്തേക്കൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ നിന്ന കുട്ടികളുണ്ട്. ഇത് കഴിഞ്ഞ് വലിയ ചികിത്സയൊക്കെ വേണ്ടവർക്ക് ആ ചികിത്സയ്ക്ക് കയറാൻ നിന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ പറയുന്നത് പോലെ ഒരു നിശ്ചിത കാലത്തേക്ക് പരീക്ഷ കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാമല്ലോ എന്ന് ചാഞ്ഞ് പഠിച്ച കുട്ടികളായിരിക്കും. അവർക്ക് ആ ഒരു മൂഡും ഒക്കെ മാറി ഒക്കെ പോയി കാണും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരും. ഇനി ഭാവിയിൽ നിങ്ങളൊരു പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതിയാൽ ആ ടെസ്റ്റിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാർക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ആ ടെസ്റ്റിൽ ജയിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും എഴുതേണ്ടിയൊക്കെ വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കൂടി നമ്മൾ മാനസികമായി പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. ജയകുമാർ പറയുന്നത് ശരിയാ സുനിലെ, അരക്കള്ളനും മുക്കാക്കള്ളനും എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയും പറയാം. പ്രവീണാണ് ഇതിന് പിന്നിൽ. എല്ലാവർക്കും നല്ല നമസ്കാരം എന്നൊക്കെ പറയുന്നു. മനു ഇല്ലാത്തതുകൊണ്ട് രസമില്ലെന്ന് ശശിധരൻപിള്ള പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, അത് മനുവിനോട് ഞാൻ പറയാൻ എന്തായാലും. ശശിധരൻപിള്ള ഗ്ലാഡിയേറ്റർ പറയുന്നു, കിരണിനോട് യോജിക്കുന്നു, എല്ലാ ആപ്പുകളും പരീക്ഷ വരെ നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആപ്പുകളെല്ലാം നിയന്ത്രിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഒരേ പർപ്പസിൽ ഉപയോഗിക്കാവുന്ന 10-ലേറെ ആപ്പുകൾ, പ്രമുഖ ആപ്പുകൾ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഒരു ആപ്പാണ് കഴിഞ്ഞ തവണ ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് നിയന്ത്രിച്ചത് കൊണ്ട് മറ്റാപ്പുകൾ വഴി അയക്കില്ല എന്നത് കണ്ടെത്താൻ കഴിയില്ല. അതൊരു കോമൺ ലോജിക്കാണ്. ആ ലോജിക്ക് എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ എല്ലാ ആപ്പുകളും നിയന്ത്രിച്ചാൽ ചിലപ്പോൾ അതങ്ങനെ സാധിച്ചേക്കും. പക്ഷേ അങ്ങനെ നിയന്ത്രിക്കാനൊന്നും കഴിയുന്നതല്ല. പ്രമുഖ ആപ്പുകൾക്ക് പുറമെ 100ഓളം ചെറുകിട ആപ്പുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പല വെർഷനുകൾ, അങ്ങനെ സ്വകാര്യ കമ്പനികൾ അവർക്ക് വേണ്ടി മാത്രമുള്ള ആപ്പുകൾ അടക്കമുണ്ട്. അപ്പോൾ അതൊക്കെ പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ബസ് അപകടം നടന്നപ്പോൾ കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ കളർ വെള്ള നിറമാക്കണമെന്ന് നിബന്ധനകൾ കൊണ്ടുവന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച എന്ന് കൃഷ്ണദാസ് പറയുന്നത്. അത് ശരിയാണ്. ബസ് അപകടം ഉണ്ടാകുന്ന ബസ്സിൻ്റെ നിറവുമായിട്ട് എന്ത് ബന്ധം എന്ന് പലർക്കും അപ്പോഴും ഒക്കെ ചോദിക്കുന്നുണ്ട്. പഴയ ഗാനം ഓർമ്മ വരുന്നു, ഒന്നും മിണ്ടാത്തതെന്തേ എന്നൊക്കെ ശശിധരൻപിള്ള ചോദിക്കുന്നു. ഏതായാലും ഇടവേളയാണ്, ചായ കുടിച്ച് പതുക്കെ വന്നാൽ മതി എന്ന് പറയുന്നു സുൽകുമാർ. ബസ്സിൻ്റെ കളർ മാറ്റിയാൽ അപകടം ഉണ്ടാകില്ലെന്ന് കണ്ടുപിടിച്ച മിടുക്കന്മാർ ഭരിച്ചു. ഇപ്പോൾ ഏത് രീതിയിൽ വേണേലും മോഡിഫൈ ചെയ്തോ എന്ന് പറയുന്നവർ ഭരിക്കുന്നു എന്ന് സുൽകുമാർ പറയുന്നു. ചോദ്യപേപ്പർ ഉണ്ടാക്കിയതിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടത്തില്ല എന്ന് പറയുന്നു ജയകുമാറാണ്.
ഇന്നത്തെ പാരായണത്തിലുള്ള ഭാഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കമൻ്റ് ഇടാൻ പോലും സമയമില്ല എന്നൊക്കെ ശശിധരൻ പിള്ള പറയുന്നു. എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. മമ്മൂട്ടി ഊതി പാമ്പിനെ വരുത്തിയ പോലെ ആയല്ലോ ജയകുമാറെ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു AK കൃഷ്ണൻകുട്ടി വരാത്തതിൽ കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ചാണെന്ന് തോന്നുന്നു അവർ. പരീക്ഷാ പേപ്പർ ചോർച്ച ശ്രദ്ധക്കുറവ് തന്നെയാണ്, ഇത് അപമാനകരവുമാണ്. ഒരു ആപ്പ് നിരോധിച്ചുകൊണ്ട് ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് കരുതുന്നില്ല. ശ്രദ്ധ ചെലുത്തുകയും ഉറവിടം കണ്ടുപിടിച്ച് നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഈ കുറേയേറെ കമൻറ്റുകൾ. ഗ്ലാഡിയേറ്റർ ഡോക്ടറാവാൻ പോകുന്ന കുട്ടികൾ ഇതെല്ലാം മനസ്സിലാക്കാൻ പോകുന്നത് പട്ടാള റിക്രൂട്ടറായിക്ക് പോകുന്നവരും അത് മനസ്സിലാക്കിയാണ് പോകുന്നത്. നമ്മൾ കുട്ടികളെ കുറച്ച് കാണേണ്ട കാര്യമില്ലെന്ന് ഗ്ലാഡിയേറ്റർ പറഞ്ഞു. അത് ശരിയാണ്. താങ്കൾ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ശ്രീ ഗ്ലാഡിയേറ്റർ. ഇവിടെ ഒരു നിയമം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആളുകൾക്ക് പ്രയാസം ഉണ്ടാകേണ്ട ഒരു നിയമമല്ല. അത് പാലിക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ തടസ്സമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തായാലും അത്രയും കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. നമുക്കൊരു ചെറിയ ശ്രീ കൃഷ്ണൻകുട്ടി പണിമലയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ തന്നെ മടങ്ങി വരാം. എന്തായാലും ഞാൻ ശശിധരൻ പിള്ള ചേട്ടനൊരു കമൻറ്റ് എഴുതിയിരുന്നു. അത് തെറ്റായിട്ട് എഴുതിയൊരു കമൻറ്റാണ്. ഞാനും അത് ശ്രദ്ധിക്കാതെ വായിച്ചു. നമ്മുടെ PCR നിന്ന് അരുൺ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അതിൻ്റെ തമാശ ഓർത്തത്. മകുടി ഊതി പാമ്പിനെ വരുത്തിയ പോലെ ആയല്ലോ ജയകുമാർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം എഴുതിയത് മമ്മൂട്ടി ഊതി എന്ന ആണ് എഴുതിയത്. ഞാനും അത് വായിച്ചപ്പോൾ അത് ഓർത്തില്ല, പെട്ടെന്ന് അങ്ങനെയാണ് വായിച്ചത്. എന്തായാലും അത് മകുടി ഊതി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം എഴുതിയതിൽ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ വായിച്ചതിലും അതുകൊണ്ട് ആ തെറ്റ് അതുപോലെ വായിക്കേണ്ടി വന്നതിൽ ഒരു ഖേദം കൂടി അറിയിക്കുകയാണ്. എന്തായാലും മമ്മൂട്ടിയല്ല, മകുടി തന്നെ ഊതിയാണ് പാമ്പിനെ അറിയിക്കുക. എന്തായാലും കൃഷ്ണൻകുട്ടി എത്തിയിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇത് എഴുതിയിരുന്നത്. അതുപോട്ടെ. എന്തായാലും നമുക്ക് ഈ ഒരു ആപ്പ് നിരോധിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് സമാനമായ എത്രയെങ്കിലും ആപ്പ് നമ്മുടെ ഓരോ മൊബൈൽ ഫോണിലും ലഭ്യമാണ്. അപ്പോൾ അതും ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാനാവുമെന്നൊക്കെ കരുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമസ്കാരം. നമസ്കാരം. മകുടി ഒന്നും ഊതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്. അതിന് മകുടിയുടെ ആവശ്യമില്ല. ശരി, അതെന്തായാലും ശ്രീ സുൽകുമാർ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നോക്കി, ഈ പരീക്ഷ ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളത് എത്രയോ ലക്ഷം കുട്ടികളും അവരുടെ വീട്ടിലുള്ളവരും ചേർന്നാല് എത്രയോ ലക്ഷം പേരെയാണത് വളരെ സാരമായി ബാധിച്ചിരിക്കുന്നത്. കുട്ടികൾ നിരാശ ബാധിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ഇതെന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാല് തീർത്തും ഉത്തരവാദിത്തരഹിതമായി ഇതിന്റെ നടത്തിപ്പുകാരും ഭരണാധികാരികളും പെരുമാറുന്നതുകൊണ്ട് മാത്രമാണ്. ഇതുവരെയായിട്ട് ഇതിനെ പറ്റിയിട്ട് എന്ത് സംഭവിച്ചു, എന്താണ് പരിഹാര മാർഗം, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ചാനലിലോ റേഡിയോയിലോ TV-യിലോ വന്ന് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. ഒരു പത്രവാർത്ത ഞാൻ കണ്ടതുമില്ല. അതിന്റെ അർത്ഥം അവർ ഇതിനോട് കാര്യമായ വില കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കട്ടെ, പിന്നെ നോക്കാന്നുള്ള രീതിയാണ്, നിരുത്തരവാദപരമാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ കോക്രോച്ച് പാർട്ടിയൊക്കെ വന്നത്. ഇന്നലെ ആ കോക്രോച്ച് പാർട്ടിയുടെ നേതാവിനെ ആരൊക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അത് ആരൊക്കെയാ അയാളെ അടിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്? അവരൊക്കെ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ തന്നെയാ. രാജ്യം വളരെ മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത്. ആ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ കോക്രോച്ച് പാർട്ടി ഇറങ്ങിത്തിരിച്ചത്. ആ മന്ത്രി ഇപ്പോഴും എന്ത് ചെയ്യുക? അയാൾ ആ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. തീരെ മോശപ്പെട്ട കാര്യം നടക്കുന്നു. ഇനി ആപ്പിന്റെ കാര്യം, ആപ്പ് എത്ര വന്നാലും ഓരോ ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുക. ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി ഇതുപോലുള്ള ആൾക്കാർ കണ്ടെത്തിയിട്ട് അവരവരുടെ കാര്യം നടത്തിക്കൊണ്ടേയിരിക്കും. രാജ്യത്തിന് നഷ്ടം, സമൂഹത്തിന് നഷ്ടം, പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർക്ക് നഷ്ടം, അവരുടെ ഭാവി നഷ്ടം. വളരെ മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ ആപ്പിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഭരിക്കുന്നവർ തന്നെയാണ് കുറ്റം പറയേണ്ടത്. വ്യക്തമാണ്. ശ്രീ സരസനാണ് വൈക്കത്ത്. ശ്രീ സരസൻ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ ഒരു ആപ്പ് നിയന്ത്രിച്ചത് കൊണ്ട് പരീക്ഷാ പേപ്പർ ചോർച്ച അതിലൂടെ തടയാൻ കഴിയുമോ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ശ്രീ സരസൻ പറഞ്ഞോളൂ. ഞാൻ ഈ പരിപാടി പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. ഹലോ, TV താങ്കൾ മ്യൂട്ട് ചെയ്തിട്ട് തുടർച്ചയായി പറഞ്ഞോളൂ. ഞാൻ ഈ പരിപാടി സ്ഥിരം കാണുന്ന ആളാണ്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് നേരിൽ നിന്ന് സംസാരിക്കാൻ. പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഇതുവരെയായിട്ട്. ഹലോ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ സരസൻ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കാളിയാകുന്നത്. ഈ പരിപാടി മനഃപൂർവ്വം, ഈ പരീക്ഷാ പരിപാടി മനഃപൂർവ്വം ഉഴപ്പ് നടത്താൻ വേണ്ടി കുറെ ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഈ പരീക്ഷ, നീറ്റ് പരീക്ഷ അലമ്പാക്കാൻ വേണ്ടി കുറെ എതിര് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇവരെയൊക്കെ പിടിച്ച് തുറങ്കിലടക്കണം.
എന്നാലും ഇതുപോലുള്ള പരീക്ഷകൾ, നീറ്റ് പരീക്ഷ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അത് ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇതാണ് എന്റെ നിർദ്ദേശം. ഭരിക്കുന്നവരല്ലേ പരീക്ഷ വൃത്തിയായി നടത്തേണ്ടത് ശ്രീ ശരശൻ, അല്ലാതെ പുറത്തു നിൽക്കുന്നവരല്ലല്ലോ. പുറത്ത് നിൽക്കുന്നവർ തന്നെയാണ്. പുറത്ത് നിൽക്കുന്ന കുറെ വൃത്തികെട്ട ആൾക്കാരുണ്ട്. ഈ നീറ്റ് പുറത്തു പരീക്ഷ നിൽക്കുന്ന ആളുകളല്ലല്ലോ ശ്രീ ശരശൻ പരീക്ഷാ പേപ്പർ ചോർത്തിയത്, അകത്ത് നിന്നല്ലേ ചോർച്ച ഉണ്ടായത്. അപ്പോൾ ആ ചോർച്ച തടയേണ്ട ഉത്തരവാദിത്തം ആര് ഭരിച്ചാലും അവർക്കല്ലേ. ഇപ്പൊ തന്നെ ചോർന്നെന്ന് പറയണം. അതൊക്കെ വെറുതെ പറയണതാന്നേ. അപ്പൊ ചോർന്നില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ചോർന്നെന്ന് അവര് തന്നെ സമ്മതിച്ചു. ചോർന്നില്ലെന്ന് തന്നെയാ പറയുന്നത്. ഇത് വെറും പരീക്ഷ ഇങ്ങനെ ഈ രാജ്യത്ത് ഇങ്ങനെ അലമ്പുണ്ടാക്കാൻ കുറെ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി മാത്രം നടക്കുന്നുണ്ട്. അവരൊക്കെ ഈ അലമ്പുണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് ആദ്യം കള്ളം കാണിച്ചത് ആരാണ്? എവിടെ നിന്നാണ് വീഴ്ച വന്ന ആർക്കാണ്? ഈ പരീക്ഷ നടത്തിപ്പ് ഏജൻസിക്കാണ്. പരീക്ഷ നടത്തിപ്പ് ഏജൻസിക്ക് വീഴ്ച വന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾക്കല്ലേ. അത് അതിന്റെ പേരിൽ ബഹളം വെക്കുന്ന ചെറുപ്പക്കാരെ അല്ലല്ലോ കുറ്റം പറയേണ്ടത്, അവർക്ക് കൈയടിക്കല്ലേ വേണ്ടത്. അല്ല, അവർക്ക് കൈയടിക്കാൻ ഞാൻ സമ്മതിക്കല്ല. ഞാൻ പറയുന്നത് അവരെ ഇങ്ങനെയുള്ള പരീക്ഷാ പേപ്പർ ചോർന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ തെരഞ്ഞു പിടിച്ച് തുറങ്കിലടക്കണം. തുറങ്കിലടിച്ചാൽ മാത്രമേ ഇനിയും അത് അടക്കേണ്ടത് ആ പരീക്ഷയ്ക്ക് ആ സംവിധാനത്തെ തകർത്ത ആളുകൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ചെറുപ്പക്കാരുടെ അവകാശമല്ലേ. അങ്ങനെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുള്ളത് കൊണ്ടല്ലേ ഈ സർക്കാരുകൾക്കായാലും ഒരു ഭയം ഉണ്ടാവുക. ശ്രീ ശരശനോട് എനിക്ക് പറയാനുള്ളത്, ഏത് സർക്കാർ ആയിക്കോട്ടെ അവരുടെ ഭാഗത്ത് ഇത്തരം വീഴ്ച വന്നാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഉശിരൻ ചെറുപ്പക്കാർക്കൊപ്പം താങ്കളും ചേരണം. താങ്കളും ആ പ്രതിഷേധത്തിലൊക്കെ പങ്കാളികളായി താങ്കളുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ തിരുത്താൻ പ്രേരിപ്പിക്കണം. ന്യായമല്ലാത്ത കാര്യത്തിന് ചേരുകയില്ല. ഇതാണ് എന്റെ രീതി. ശരി ശരശൻ, ഓക്കെ. താങ്കളുടെ രീതി അങ്ങനെ, ഓരോരുത്തർക്കും അവരവരുടേതായ രീതികളുണ്ട്, ആ രീതിയിൽ തുടരാം. ശ്രീ രാമേന്ദ്രനാണ് പാറശാലയിൽ. ശ്രീ രാമേന്ദ്രൻ, താങ്കൾ സാർ, എനിക്ക് പറയാനുള്ളത് സാർ, ഈ ഇമാതിരി ഈ ഇതേപോലുള്ള ചോദ്യ പേപ്പർ ചോർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശിക്ഷ വളരെ. ഹലോ സാർ, കേൾക്കാൻ പറഞ്ഞോളൂ. സാർ, ഇമാതിരി മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെല്ലാം കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം സാർ. ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ ശിക്ഷ മാത്രം പോരാ. അതായത് ഇവരൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വക്കീലിനെ വെച്ച് കോടതിയിൽ പോയി ജാമ്യം രക്ഷപ്പെട്ടു പോകും സാർ. ഇവർക്ക് ഈ ഇമാതിരി എക്സാം നടത്തുമ്പോഴേ നോട്ടടിക്കുന്ന സ്വഭാവം കണക്കാക്കി ഈ പരീക്ഷകൾ നടത്തണം എന്നുള്ളതാണ്. രഹസ്യ സ്വഭാവം നടത്തണം സാർ. ഈ നോട്ടടിക്കുന്നതൊന്നും വെളിയിൽ ചോരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ ഇമാതിരി ലക്ഷക്കണക്കിന് പിള്ളേരുടെ എക്സാം രാത്രിയും പകലില്ലാതെ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഈ എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു? അതില് വളരെ ഒരു വ്യക്തമായ ഒരു വലിയൊരു ലോബി തന്നെ ഉണ്ട്. ഈ ലോബിയെ നശിപ്പിക്കണം. ഇവർ കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കാശ് വേണ്ടി ഇവരെ കാശിനെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടണം, ഇവരെ തുറുങ്കിലടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാക്കണം. അല്ല സാർ? കേൾക്കാൻ പറഞ്ഞോളൂ സാർ. ഇമാതിരി ശിക്ഷ ഉറപ്പുവരുത്തിയാണെങ്കിൽ ഇമാതിരി ഒന്നും ഉണ്ടാവില്ല സാർ. ശരി, അഭിപ്രായം വ്യക്തമാണ് ശ്രീ രാമേന്ദ്രൻ പാറശാല. നമുക്ക് വെള്ളമുഖത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നേരത്തെ മിസ്റ്റർ XR എന്ന് എഴുതിയ ആൾ പറയുന്നു, റൌഫ് എന്നാണ് എൻ്റെ പേര്, ദിസ് ഈസ് മൈ 4th attempt ആണെന്ന് പറയുന്നു. ഇവർ നമുക്ക് 36 ദിവസമേ തന്നുള്ളൂ, അത് 50 ദിവസം വേണമായിരുന്നു എന്നൊക്കെയാണ്. റൌഫ് ഒരു വിദ്യാർത്ഥിയാണ്, നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മിസ്റ്റർ കിരൺ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മണിമല എങ്ങനെയാണ് എല്ലാ ദിവസവും 4:45 ഫോണിൽ വരുന്നത്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ നിർവാഹമുള്ളൂ ശ്രീ ശശിധരൻ നായർ. തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫോൺ കിട്ടും, ചിലപ്പോൾ ആദ്യത്തെ കോൾ കിട്ടും, ചിലപ്പോൾ അത് നിരന്തരം വിളിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ. ശിവദാസൻ TK പറയുന്നു, ദീസ് ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസ് ക്യാൻ കൺട്രോൾ ബൈ ഗിവിംഗ് സിവിയർ പണിഷ്മെന്റ് ടു ദി കൾപ്രിറ്റ് ഹു ഹാസ് ഇൻവോൾവ് ആൻഡ് ദർ ഇസ് നോ നീഡ് ഫോർ എനി കൺട്രോൾ ഇൻ ടെലിഗ്രാം എന്ന് പറയുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് സദാശിവൻ നായർ മണിമല ന്യൂസ് 18 ഫാമിലിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നത്. എന്തായാലും ഞങ്ങളാർക്കും അങ്ങനെ ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. വിളിക്കാനൊരു നമ്പർ സൗകര്യമുണ്ട്, അത് എല്ലാവർക്കും ഒരുപോലെയുള്ള സൗകര്യമാണ്, ഒരാൾക്കും അതിന് പ്രത്യേകിച്ചൊരു സൗകര്യമില്ല. പിന്നീട് ഈ CPM-നെ കുറിച്ചുള്ള തർക്കത്തിലാണെന്ന് തോന്നുന്നു കൃഷ്ണൻകുട്ടിയും മറ്റ് ചിലരും ഒക്കെ ചേർന്ന്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ആ തരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. എനിക്കത് നീറ്റ് പരീക്ഷ വിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് ചർച്ച നടത്തിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങി വരാം.
വഴിയാണ്. കഴിഞ്ഞ തവണ ഈ ടെലിഗ്രാം ആപ്പ് വഴിയാണ് ചോദ്യപേപ്പർ ചോർത്തിയത് എന്നുകൊണ്ടാണ് ഈ നിയന്ത്രണം. പക്ഷേ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം, ടെലിഗ്രാം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ സമാനമായ പ്രധാനപ്പെട്ട 10-12 ആപ്പുകളെങ്കിലുമുണ്ട്, അപ്രധാനമായ ചെറുകിട ആപ്പുകൾ 100-100 ഉണ്ട്. ഇവയിലൊക്കെ കൂടെ ഇവർക്ക് അയക്കാൻ കഴിയുമല്ലോ, പിന്നെ ഒരു ആപ്പ് നിയന്ത്രിച്ചുകൊണ്ട് എന്ത് കാര്യമെന്നുള്ള ചോദ്യമാണ്. ത്യാഗരാജനാണ് പുന്നപ്രയിൽ നിന്നാണ്. ശ്രീ ത്യാഗരാജൻ, താങ്കൾക്ക് പറയാം. ഞാനേ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല്, ഈ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അതെ, ഞാൻ പറയും ഈ ചോർന്ന പേപ്പർ വെച്ചിട്ട് പരീക്ഷ നടത്തി കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് പറഞ്ഞ സമരമൊക്കെ നടന്നല്ലോ. അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ, അതോ അതിന് വേണ്ട ചുറ്റുപാടുകൾ ഇണക്കിയിട്ട് പിന്നീട് സമയമെടുത്താലും ഒരു വിധാനത്തിൽ ചെയ്യുന്നല്ലേ സാറേ നല്ലതെന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശരി, നമുക്ക് വേഗത്തിൽ 1-2 കമൻറ്റുകൾ കൂടി, നമ്മുടെ സമയം അവസാനിക്കാറാകുന്ന 1-2 കമൻറ്റുകൾ കൂടി വായിക്കാനുണ്ട്. ആ കമൻറ്റുകളിലൊക്കെ എന്തായാലും പിണറായിക്കും ഇതെല്ലാം ചർച്ചകളില്ലാതെ വന്നതെല്ലാം കേരള സംസ്ഥാന സർക്കാരിൻ്റെ അനുകൂലിച്ചും എതിർത്തുമുള്ള ചില ചർച്ചകളൊക്കെയാണ്. എന്തായാലും അത്തരം ചർച്ചകൾ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കുന്നു. എന്തായാലും പ്രേക്ഷകരുടെ പൊതുവായ അഭിപ്രായം, ഇത്തരമൊരു പരീക്ഷാ സംവിധാനം നടത്തുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. ആര് ഭരിച്ചാലും അവർക്കുണ്ട്. അവരുടെ ആ സംവിധാനത്തിൽ വിശ്വസിച്ചാണ് ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ സമ്പാദ്യവും സമയവും അധ്വാനവും എല്ലാം ചിലവഴിച്ച് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നായ നീറ്റ് UG പരീക്ഷയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്നത്. അത് എത്രയോ മാസങ്ങൾ വർഷങ്ങൾ നീണ്ട, ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചൊരു കുട്ടി 4ാമത്തെ തവണ എഴുതുന്ന കുട്ടിയാണ്. അങ്ങനെയൊക്കെ എഴുതുന്ന എത്രയെങ്കിലും കുട്ടികൾ ഈ രാജ്യത്തുണ്ട്. അവരൊക്കെ അവരുടെ അധ്വാനത്തിന് ഒരു വില കൽപ്പിക്കാൻ, മൂല്യം കൽപ്പിക്കാൻ, അവർക്ക് ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളോട് വിശ്വാസ്യത ഉറപ്പാക്കണമെങ്കിൽ ഇത്തരം പരീക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയണം. അത് നടത്താൻ വേണ്ടി ഒരു ആപ്പ് വഴി കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു, അതുകൊണ്ട് ആ ആപ്പ് അങ്ങ് നിയന്ത്രിച്ചേക്കാം, അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കൽ അല്ലെങ്കിൽ ചോർച്ച തടയാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തന്നെ ശരിയല്ല. സമാനമായ എത്രയെങ്കിലും ആപ്പുകൾ ലഭ്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാത്ത രീതിയിൽ പരീക്ഷ നടത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പൊതുവായി പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുകൂടി കണക്കാക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.